ഒരു സഹോദരിയാണ്, വിവാഹം കഴിഞ്ഞിട്ട് 22 വർഷമായി, 5 മക്കളുണ്ട്. ആദ്യ മകളെ പ്രസവിച്ച അത് മുതൽ ഭർത്താവ് അവളെ പരിഗണിക്കുകയോ ശ്രദ്ധിക്കുകയോ അവളെ എടുക്കുകയോ ഉമ്മ വെക്കുകയോ അങ്ങനെ അത്ര ഡീറ്റെയിൽ ആയിട്ട് അവർ പറയുന്നുണ്ട്. അതൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ അവളുടെ വിവാഹം കഴിഞ്ഞു, പ്രശ്നമില്ലാതെ അവർ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഈ സ്ത്രീ പിന്നീട് പറയുന്ന ചില കാര്യങ്ങൾ നമുക്കേറെ സങ്കടം ഉണ്ടാക്കുന്ന, വിഷമുണ്ടാക്കുന്നതാണ്. ഭർത്താവ് മറ്റു സ്ത്രീകളുമായി ബന്ധപ്പെടുന്നു. അത് പലപ്പോഴും ഫോൺ റെക്കോർഡിലൂടെയാണ് ഇവരറിഞ്ഞത്, ഈ സഹോദരി അറിഞ്ഞത്. ഇവരറിഞ്ഞു എന്ന കാര്യം ഭർത്താവിന് അറിയില്ല. വീട്ടിലെപ്പോഴും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, അനാവശ്യമായ വാശിയാണ്. ഈ കുടുംബത്തിൻ്റെ ഇവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ശ്രദ്ധിക്കുകയോ അവർക്ക് ചിലവിന് വേണ്ടിയിട്ട് പ്രത്യേകമൊന്നും ഇല്ല. ഞാൻ എവിടെ നിന്നാണ് കടം വാങ്ങിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് വീട്ടുക, പിന്നെ പോകാനുള്ളത് എൻ്റെ വീട്ടിലേക്കാണ്. പക്ഷേ വീട്ടിൽ പിതാവ് 2ാം വിവാഹം കഴിച്ചതിൻ്റെ പേരിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഉമ്മ സഹോദരൻ്റെ കൂടെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ആകെ വിഷമത്തിലാണ്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം. എനിക്കൊരു പരിഹാരം എന്താണ് നിർദ്ദേശിക്കാനുള്ളത് എന്നാണ് ഈ ഒരു സഹോദരി ചോദിച്ചിട്ടുള്ളത്. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ആശയമാണ് ആ സഹോദരി പറഞ്ഞത്. ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പം അയാൾക്കൊരു കുട്ടി ഉണ്ടായിട്ടും ഒരു കുട്ടിയോടുള്ള സ്നേഹവും വാത്സല്യവും ഒന്നും ഉണ്ടാവുന്നില്ല. അതേപോലെ തന്നെ അയാൾ എന്ത് ചെയ്യുന്നില്ല, ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടും അയാൾ എന്ത് ചെയ്യണില്ല, അവരെ സംരക്ഷിക്കണില്ല, അവർക്ക് ആവശ്യമായ പണം കൊടുക്കണില്ല. അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ എല്ലാ തിന്മകളും മനസ്സിനെ ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ലൈംഗികത എന്നുള്ളത് ഇവർ പറഞ്ഞത് ശരിയാണെങ്കിൽ അതൊരു രോഗം തന്നെയാണ്. അത് വിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. രോഗം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച 2 കാര്യങ്ങൾ, ഒന്ന് കാപട്യവും ഒന്ന് ഈ അവിഹിതവുമാണ്. അപ്പോൾ ഈ രോഗമാകുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ഇദ്ദേഹം ശാരീരികമായൊരു രോഗം പിടിച്ച് വീട്ടിൽ കിടക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ആയിരിക്കുമല്ലോ. അയാൾക്ക് വീട്ടിലെ കാര്യങ്ങളിലൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല, ബന്ധപ്പെടാൻ പറ്റൂല. എന്നാൽ അതിനേക്കാളും മാരകമാണ് എന്ത്, ഈ മനസ്സിൻ്റെ രോഗം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇയാളിപ്പോൾ സദാസമയവും എന്താണ് ചിന്തിക്കണ അറിയോ, അയാൾ ചെയ്തു പോയ കാര്യങ്ങൾ പുറത്തു വരുമോ, അല്ലെങ്കിൽ ഇനി ചെയ്യാൻ എപ്പോൾ അവസരം കിട്ടും, ആ സംഭവങ്ങളെയും കാര്യങ്ങളെയും മാത്രം ചിന്തിച്ച് നടക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം എന്തല്ല, ഇപ്പോൾ ഒരു സാധാരണ ഒരു സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്നുണ്ടാവില്ല സാധാരണ ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങളോ പെരുമാറ്റങ്ങളോ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരിക്കലും ഒരു പിതാവ് തനിക്കുണ്ടായ ആദ്യ കുട്ടിയെ എന്താണ് താലോലിക്കാതിരിക്കുക, എടുക്കാതിരിക്കുക ഒന്നും ഒരിക്കലും സംഭവിക്കില്ല. അതിങ്ങനത്തെ ആൾക്കാർ. അതേപോലെ തന്നെയാണ് ഈ ഭാര്യയോടുള്ള അവഗണന. പിന്നെ എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഭാര്യയോടുള്ള അങ്ങേയറ്റത്തൊരു സ്നേഹത്തിൽ നിന്നാണ് നമ്മളെല്ലാ കാര്യത്തിലും അവരെ കൂടെ നിൽക്കുന്നത്. അവരോട് നമ്മളെ ഒട്ടിച്ചേർത്ത് നിർത്തുന്നത് സ്നേഹമാണ്. ഇപ്പം മനസ്സിൽ വേറൊരു സ്ത്രീ വരുന്നതോടുകൂടെ എന്ത് ചെയ്യും, ഈ സ്നേഹവും നഷ്ടപ്പെട്ടു പോകും. അപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം ഭാര്യയല്ലാത്ത എല്ലാ സ്ത്രീകളും അയാൾക്ക് പ്രിയപ്പെട്ടതാണ്, പക്ഷെ ഭാര്യ മാത്രം അയാൾക്ക് പ്രിയപ്പെട്ടതല്ല. അതാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളെ കൊണ്ടാണ് അയാളിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സമീപനം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊരു രോഗമാണെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാകുമ്പോഴേ ഈ സഹോദരി പറയുന്ന വിഷമങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. പ്രത്യേകിച്ചും എന്താണെന്ന് വെച്ചാൽ, ഇയാൾ ഭയങ്കരമായി മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരുന്നു. കാരണം അയാൾ ഒരു ദീനിയായൊരു പണ്ഡിതനാണ്. അപ്പോൾ അതിൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തറിയപ്പെടുമ്പോൾ അത് ഇദ്ദേഹം ചെയ്തു എന്ന് അറിയണതോടുകൂടെ എന്ത് ചെയ്യും, അദ്ദേഹത്തിന് വരുന്നത് ഭയങ്കരമായ പരിക്കാണ്. അത് അയാളുടെ ഈ ജോലിയെ ബാധിക്കും, ഇത്തരത്തിലൊരു ഇമാമായി മുന്നോട്ട് പോകുന്നതിനെ ബാധിക്കും. പിന്നെ സമൂഹത്തിൽ നിന്ന് അയാൾ പാടെ നീക്കപ്പെടും. അതുകൊണ്ട് തന്നെ ആ ഒരു ഭയം അയാളിൽ എന്തുണ്ട്. രണ്ടാമത്തെ, അയാൾ ഒരു ഈമാനുള്ള വ്യക്തിയാണെങ്കിൽ എന്താണ്, ഈ സ്വർഗവും നരകവും പരലോകമൊക്കെ അറിഞ്ഞും കൊണ്ട് അള്ളാഹിനെ കുറിച്ച് അറിഞ്ഞിട്ടും അതിന് വൈരുദ്ധ്യം പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന മനസ്സിന്റെ സംഘർഷം, ഇതൊക്കെ ഇതിലൊരു പ്രധാന ഭാഗമാണ്. അപ്പോൾ ഇത് വളരെയധികം അപകടകരമാണ്. അപ്പോൾ ഇതിനെ മാറ്റാൻ എന്ത് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ഇവിടെ ഈ സഹോദരി എന്ത് ചെയ്യണം, അദ്ദേഹത്തോട് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ, നേർക്ക് നേരെയോ അതല്ലെങ്കിൽ അല്ലാതെയോ ഈ കാര്യം അയാളോട് പറയണം. പക്ഷെ എന്ത് വേണമെന്നറിയോ, നല്ല എവിഡൻസുകൾ വേണം. തെറ്റ് ചെയ്യുന്നവരെല്ലാവരും, തെറ്റ് ചെയ്യാൻ മടിയില്ലാത്തവർക്ക് കളവ് പറയാനും മടിയുണ്ടാവും. അതുകൊണ്ട് അവരെന്ത് ചെയ്യും,
തങ്ങൾ തെറ്റ് ചെയ്യുന്നതിൽ വരുത്താൻ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനെന്ത് വേണം? എവിഡൻസ് വേണം, തെളിവ് വേണം. അപ്പോൾ ആർക്ക് കാണിച്ചു കൊടുത്താലും ബോധ്യപ്പെടുന്ന തെളിവുകൾ അവരുടെ അടുത്ത് സൂക്ഷിക്കണം. വേറെ ആർക്കും കൊടുക്കണ്ട. പക്ഷേ നമ്മളൊരു പ്രതിയാവേണ്ടി ഘട്ടം വരുമ്പോൾ എന്ത് ചെയ്യണം? കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന തെളിവുകൾ അവർ സൂക്ഷിക്കണം. അപ്പോൾ ഭർത്താവിനോട് പറയാ, ഇൻഡയറക്റ്റായി പറയാറുണ്ടാൽ നിങ്ങൾക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്, എന്തോ വളരെ ഗുരുതരമായൊരു പ്രശ്നം നിങ്ങൾക്കുണ്ട്. ശാരീരിക രോഗമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഡോക്ടറെ കാണണം. ഈ അസുഖം, ഈ ഒരു അവസ്ഥയിൽ എന്താണ് മുന്നോട്ട് പോവാൻ എനിക്കും കുട്ടികൾക്കൊക്കെ നല്ല പ്രയാസമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ തുറന്നു പറയണം. എനിക്കെന്ത് പ്രശ്നം എന്നവർ ചോദിച്ചേക്കാം. പ്രശ്നമുണ്ട്, അത് നിങ്ങൾ പറയണില്ലെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യും? കണ്ടുപിടിക്കും. എന്നിട്ട് അതിനുള്ള ചികിത്സകളെക്കുറിച്ച് ആലോചിക്കും എന്നൊരു സൂചന കൊടുക്കുമ്പോൾ എന്തോ ഇവർക്ക് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ അത് മാത്രം മതിയാവും നേടാവാൻ, അത് മാത്രം മതിയാവും നേടാവാൻ. ഇനി അത് സാധ്യമാകുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? ഈ വിഷയം തന്നെ പറയേണ്ടി വരും. അത് പറയുമ്പോൾ ഒരു പക്ഷെ അത് ഡൈവേഴ്സിലേക്ക് എത്താം, പ്രശ്നങ്ങളിലേക്ക് എത്താം. എന്തു വന്നാലും അതിനെ തരണം ചെയ്യാവുന്ന രൂപത്തിലുള്ളൊരവസ്ഥയിലാണത് പറയേണ്ടത്. പിന്നെ മറ്റുള്ളവരെ ഇടപെടുത്താതെ അയാൾ അഭിമാനം സംരക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ഒരു രോഗം ചികിത്സിക്കപ്പെടാതെ ഇവരുടെ പരാതികൾക്ക് ഒരു പരിഹാരം ഉണ്ടാവാൻ സാധ്യത. ഇതിനെ കൂടുതൽ ഇതിൽ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഏറ്റവും ആദ്യത്തെ മോളെ കല്യാണം കഴിഞ്ഞു, അവളുടെ ഹസ്ബൻഡ് വീട്ടിലേക്ക് വരുന്നത് പോലും ഇയാൾക്ക് ദേഷ്യമാണെന്നുള്ള രൂപത്തിൽ അതും കൂടി ഇതിൽ പറഞ്ഞു. എന്താ വെച്ചാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇവരുടെ രഹസ്യങ്ങൾ പുറത്തു പോകുമോ എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവും. പിന്നെ ഈ മോളോട് അയാൾക്ക് സ്നേഹമില്ലാത്തതുകൊണ്ട് മരുമകനോട് സ്നേഹം ഉണ്ടാവില്ല. അതൊക്കെ അതിന്റെ സ്വാഭാവിക പരിണിതികളാണ്. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത്. ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ടാവാനിടയില്ല. എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും. നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം. സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും. പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം. വിഷമിക്കേണ്ട, പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമന്റ് ചെയ്യൂ.